ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. കുറച്ച് താമസിച്ചു പോയി, നമുക്ക് ഇന്ന് ഡിലേ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗോമതിയുടെയും ബാലന്റെയും കഥയായിട്ട് രാവിലെ വരാതിരുന്നത്. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ബാലന്റെയും ഗോമതിയുടെയും കഥ ഒരു 7:30 കൂടിയൊക്കെ ഇടുന്നതാണ്. അപ്പൊ നാളെയും അതുപോലെ തന്നെ ഇടുന്നതായിരിക്കും. കഥ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സമയത്ത് ഇടുന്നത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെ തപ്പിപ്പോകുന്ന ആകാശിനെയാണ്. അപ്പം ആകാശ് ഈ ഒരു വിവരം കേട്ടല്ലോ. അലോഹ ആണെങ്കിൽ ആര്യനെ കൊല്ലാൻ വേണ്ടി ആര്യനെ കൊല്ലാനല്ല, തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി കുറെ ആൾക്കാരെ ഏർപ്പാടാക്കി, കുറെ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കി. അപ്പൊ അതുപ്രകാരമാണ് നമ്മുടെ ആര്യനും ഒക്കെ തപ്പി നടക്കുന്ന. ആര്യനും നമ്മുടെ ബാലന്റെ മൂത്ത മകനും കൂടി ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അപ്പം തപ്പി നടന്നും മടുത്തു. അപ്പൊ അവരോടും ഇവരോടും ഒക്കെ കടകളിലൊക്കെ കയറി ചോദിക്കുന്നുണ്ട്, ആര്യനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും കണ്ടില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ തപ്പി നടക്കുമ്പം നമ്മുടെ ആര്യനെ ആകാശ് കാണുകയാണ്. അങ്ങനെ ആകാശ് ആര്യനെ കാണുന്നതും ആ ഗുണ്ടകൾ ആര്യനെ കാണുന്നതും ഒരുമിച്ചാണ്. അപ്പം കുറച്ച് ലേറ്റ് ആയി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആര്യനെ തട്ടിക്കൊണ്ട് പോയേനെ. അങ്ങനെ ആര്യനെ കണ്ട ഉടനെ നമ്മുടെ ആകാശ് ചോദിച്ചു, നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ എന്തിനാ ഈ ആൽമരച്ചോട്ടി വന്നിരിക്കുന്നത്? ഇതെന്താ വീട്ടിലൊന്നും ഇടയില്ലാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പം, ഓഹോ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് ഇരിക്കത്തില്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം? എടാ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവളെ നീ വിവാഹം കഴിച്ചത്, ആ മിത്രനെ? അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ അറിയാത്ത കഥ? സത്യം പറ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നിങ്ങളുടെ വിവാഹം എങ്ങനെയാ നടന്നത്? നിന്റെ മുഖമൊക്കെ കണ്ടിട്ട്, ആകെപ്പാടെ കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്, എന്തൊക്കെയോ മറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. നിനക്ക് മിത്രനെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ആര്യം പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ മിത്രനെ വിവാഹം കഴിച്ചത്, പിന്നെ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല. എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ തോന്നി, ഞാൻ ഇവിടെ വന്നിരുന്നു. ഇനിയിപ്പം നിനക്ക് തനിച്ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി തനിച്ചിരുന്നോ, റൂം അടച്ചിട്ട് തനിച്ചിരുന്നോ. പക്ഷെ ഇവിടെ നീ ഇരിക്കണ്ട. നിനക്കറിയാമോ, ചുറ്റിനും ശത്രുക്കളാ ഉള്ളത്. ഒന്നാമത്തെ കാരണം, നീ ഇപ്പം മിത്രനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ നിനക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവാട്ടോ. നമ്മുടെ ആകാശം നേരെ വീട്ടിലേക്കാണ് വിളിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഇതിന് ശേഷം ആ ഗുണ്ടകളെ കാണിക്കുന്നുണ്ട്. അപ്പം ഗുണ്ടകള് ഫോൺ, ഇതിന് ശേഷമല്ല, ഇതോടൊപ്പം തന്നെയാണ് ഗുണ്ടകളെ കാണിക്കുന്നത്. ഗുണ്ടകള് അലോഹിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ആര്യനെ കണ്ടു, പക്ഷെ ആര്യന്റെ കൂടെ അവന്റെ ചേട്ടനും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അന്ന് ചോദിച്ചു, അല്ല രണ്ടുപേരെയും പൊക്കണമെങ്കിൽ പൊക്കാം, രണ്ടുപേരെയും പൊക്കട്ടെ സാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലോഹ് പറഞ്ഞു, അയ്യോ വേണ്ട, രണ്ടുപേരെയും പൊക്കണ്ട, ആര്യനെ മാത്രം പൊക്കിയാൽ മതി. ഇപ്പം അവൻ്റെ ഏട്ടനുണ്ടെങ്കിൽ ഇപ്പം തൽക്കാലം ഇതങ്ങ് വിട്ടേരെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം, പക്ഷേ ഏട്ടനെ ഒരിക്കലും പൊക്കരുത്, രണ്ടുപേരെയും കൂടെ ഒരിക്കലും പൊക്കരുത് എന്ന് പറഞ്ഞു. ഏതായാലും അതുകൊണ്ട് ഗുണ്ടകൾ അങ്ങ് മാറിപ്പോയിട്ടോ. അപ്പം ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ഫുഡൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരുന്നാണല്ലോ, അവർ ഒരുമിച്ചാണല്ലോ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി ആര്യനെയും മിത്രനെയും വിളിക്കാൻ പേടിയാണ് മീനൂന് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിയോട് പറഞ്ഞിട്ട് മീനു അവരെ വിളിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതി ചോദിക്കുന്നുണ്ട്, അപ്പം അവർ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ? വേണ്ട, അവർ പിന്നെ വന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ബാലൻ വരിക. ബാലൻ വന്നിട്ട് ആര്യൻ എന്തിയെന്ന് തിരക്കാണ്. ആര്യനും മിത്ര എന്തിയെന്ന് തിരക്കുന്നില്ല, ആര്യൻ എന്തിയെന്ന് തിരക്കാണ്. അപ്പം പറഞ്ഞു, അവര് റൂമിലുണ്ട്, അവനെന്താ ഇതുവരെ ആഹാരം കഴിക്കാൻ വരാറായില്ല, അവനെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ, ഇവര് റൂമിലിരുന്ന് പാട്ടൊക്കെ കേൾക്കുകയാണ്. മിത്രയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാറിയിരിക്കുന്നു, ഒരു മൂലയിൽ മാറിയിരിക്കുന്നു. ആര്യനാണെങ്കിൽ ഒരു മൂലയിലിരുന്ന് കട്ടിലയിലിരുന്ന് പാട്ട് കേൾക്കുന്നു. അപ്പൊ പെട്ടെന്ന് മിത്ര ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആര്യനോട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ഇപ്പൊ എന്ത് കാര്യം നിനക്ക് സംസാരിക്കാനുള്ളത്? എനിക്കിപ്പോ സൗകര്യ വേണ്ടതെന്ന് പറഞ്ഞപ്പം, ഇതൊന്ന് കേട്ടേ പറ്റൂ, കുറച്ചു നേരം ഞാൻ സംസാരിക്കുന്നൊന്ന് കേട്ടേ പറ്റൂ ആര്യ എന്ന് പറഞ്ഞു. എന്താണെങ്കിലും പറഞ്ഞങ്ങോട്ട് തൊലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആര്യൻ ഈ വീട്ടിലില്ലായിരുന്നല്ലോ ഇന്ന്, രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകിട്ടൊക്കെ വരുന്നതെന്ന് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്, അപ്പച്ചിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആര്യനെ എന്നെ കാണാൻ, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ വീട്ടിലിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ ആര്യന്റെ മുമ്പിൽ വരില്ല. ഞാൻ അടുക്കളയിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തോളാം. ദയവ് ചെയ്ത് ആര്യൻ ഈ വീട്ടിൽ നിന്ന് പോകല്ല, അത് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെന്താ ഞാൻ ഇവിടെ ഇരിക്കണോ? അല്ല, നീ ഇവിടെ ഇരിക്കുമ്പോൾ നീ എന്താ എപ്പോഴും ഏതു നേരവും നീ അടുക്കളയിൽ ഇരിക്കുമോ? അതിലും ഭേദം എല്ലാവരെയും ഫേസ് ചെയ്യുന്നതിനേക്കാളും ഭേദം ഇവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര്യന്റെ പെങ്ങള് വരുന്നത്. ആര്യന്റെ പെങ്ങള് വന്നിട്ട് ഇവരുടെ ഒരു ചെറിയൊരു തർക്കം ഇങ്ങനെ കേട്ട ഉടനെ പെങ്ങള് വന്നിട്ട് പറഞ്ഞു, ഇതെന്താ രണ്ടുപേരും കൂടെ തർക്കിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഏത് നേരവും ഇങ്ങനെ വഴക്കൊക്കെയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു ഞങ്ങൾ വഴക്കാണെന്ന്? ഏയ്, ഞങ്ങളുടെ സ്നേഹം കണ്ടാലേ നീ ഇപ്പൊ ഇവിടെ നോടും, അതുപോലെ എനിക്ക് മിത്രേനെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിത്ര ആര്യനെ ഒന്ന് നോക്കാണ് കേട്ടോ. ഏതായാലും അഭിനയിച്ചേ പറ്റൂ. അപ്പൊ മിത്രയും പറഞ്ഞു, അതെ
ആര്യം പറഞ്ഞത് ശരിയാ, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല, അതിനും അപ്പുറമാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു തർക്കം ഇപ്പൊ ഉണ്ടായി, അത് ശരിയാ. സ്നേഹിക്കുന്നവർക്കിടയിലല്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾക്കിടയിലാണോ തർക്കം ഉണ്ടാകുന്നത്? സ്നേഹിക്കുന്നവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഈ വഴക്ക് കഴിഞ്ഞുള്ള ആ ഒരു പ്രണയവും ആ ഒരു സ്നേഹമൊക്കെ എന്നൊക്കെ പറഞ്ഞ് അത് വല്ലാത്ത ഫീൽ, അത് നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആര്യനോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല, അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആര്യം പറഞ്ഞു, വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങളൊക്കെ ഇപ്പം കഴിച്ചോളാം പറഞ്ഞപ്പോ അതൊന്നും ശരിയാവില്ല, അച്ഛൻ ഇപ്പൊ തന്നെ ആര്യേട്ടനോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. ആര്യേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് ചെല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ആര്യേട്ടൻ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനും മിത്രയും കൂടെ പോവുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ കാര്യം എന്തായിന്ന്, രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായിന്ന്. അപ്പം വേറൊന്നും അല്ലത് ആ സ്വർണത്തിന്റെ കാര്യമാണ്. സ്വർണം എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്തുകാരെ ഏൽപ്പിക്കണം, അത് തന്നെയാണ് ബാലൻ ആവശ്യപ്പെടുന്നത്. ആര്യന്റെ കയ്യിൽ സ്വർണം ഉണ്ടോ? സ്വർണം പോയിട്ട് വെള്ളിയുണ്ടോ? ഒന്നുമില്ല, കൊണ്ടുപോയില്ലേ കള്ളനല്ല. അവനെല്ലാം കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ആര്യന്റെ തലയിലും ഇരിക്കും. അപ്പൊ ആര്യം പറഞ്ഞു, ഞാൻ അത് അച്ഛനോട് അപ്പൊ തന്നെ പറഞ്ഞല്ലേ, അത് പറ്റില്ല, ഞാൻ എന്റെ തീരുമാനം അപ്പൊ തന്നെ പറഞ്ഞാണല്ലോ എന്നിങ്ങനെ ആര്യം പറഞ്ഞു. ആ ആഭരണത്തിന്റെ കാര്യത്തിൽ അച്ഛനൊട്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇനിയിപ്പൊ അച്ഛൻ അതെന്നോട് ചോദിച്ചുകൊണ്ട് വരണ്ട, നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി പറയാം. അച്ഛനോട് അവർ വന്ന് ചോദിച്ചാൽ പറയണം, എന്നോട് വന്ന് ചോദിക്കാന് അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം, അപ്പൊ അവിടെ ആ പ്രശ്നം തീരില്ലേ. പിന്നെ എന്തിനാ ഇനിയിപ്പം ഇതിൽ കൂടുതൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്താണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടിയിൽ കിടന്ന് മണ്ടനാവണോ? അതെ, എന്നെ മണ്ടനാക്കാൻ നോക്കരുതേ, ഞാൻ വെറുതെ പറഞ്ഞതൊന്നും അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. പിന്നെ ഒന്നാമത് എന്റെ രീതി ശരിയല്ല, മക്കളോട് ആവശ്യമില്ലാതെ ചൂടാകുന്നു എന്നൊക്കെ കേട്ട് ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ നടക്കുകയല്ലായിരുന്നോ? എപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. എന്നിട്ട് ഞാൻ എല്ലാം അങ്ങ് ഒതുക്കി മാറ്റി വെച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേ ഇപ്പൊ തലേ കയറി നിരങ്ങല്ലേ നിങ്ങൾ എന്റെ. ഇനി ഈ ബാലൻ കൂട്ടു നിൽക്കില്ല നിങ്ങളോടൊപ്പം, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. അപ്പൊ നമ്മുടെ ഗോമതി പറഞ്ഞു, ബാലേട്ട ഞാൻ അവനോട് സംസാരിച്ചോളാം. അച്ഛൻ പറഞ്ഞ അനുസരിക്കാൻ അവന് മടിയായിരിക്കും, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അമ്മ സംസാരിക്കുക ഗോമതി, അവനെ കൊണ്ട് ആ സ്വർണം തിരിച്ചു കൊടുപ്പിക്കാമെന്ന് എനിക്ക് വാക്കുതാ. അത് പിന്നെ ബാലേട്ട ഞാൻ പിന്നെ എന്താ പറ്റില്ലല്ലേ നിനക്ക് പറ്റില്ല നീ എന്നെ പറ്റിക്കാന്ന് കരുതിയല്ലേ? എനിക്ക് മനസ്സിലായി. അയ്യോ ഞാൻ പറ്റിക്കാൻ നോക്കുകയല്ല ബാലേട്ടനെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ശ്രമിക്കുന്നത്. ഓഹോ അങ്ങനെയാണല്ലേ, എനിക്ക് തോന്നുന്നില്ല. ദേ ഞാനൊരു കാര്യം പറയാൻ ഗോമതി, ഇവരെ കൂട്ടുപിടിച്ച് നീ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ധർമ്മം പറഞ്ഞു, അല്ല നീ എന്താടാ ഇത്ര പെട്ടെന്ന് ആ സ്വർണം മൊത്തം വിറ്റ് തിന്നോ? അതെന്താടാ അതിന് കാരണം എന്ന് ചോദിച്ചു ധർമ്മന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. എന്തായാലും ധർമ്മം ചോദിച്ചു ആ ഒരു സമയത്ത്. അപ്പൊ നമ്മുടെ ആര്യം പറഞ്ഞു, ദേ മാമ മറ്റാരും ഈ വിഷയത്തിൽ തലയിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനെ അടിക്കാൻ ചെന്നു കേട്ടോ. ആര്യനെ അടിക്കാൻ ചെന്നതും പെട്ടെന്ന് നമ്മുടെ മിത്ര കയറി ബാലന്റെ കൈ കയറി അങ്ങ് പിടിച്ചു. വല്ലാത്തൊരു ഷോക്കായി പോയി ഗോമതിക്കും. അവിടെ നിന്ന് എല്ലാവർക്കും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല മിത്ര അങ്ങനെ കയറി പിടിക്കുമെന്ന്. എന്നിട്ട് മിത്ര പറഞ്ഞു, അങ്കിൾ ഞാൻ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അറിയാതെ ചെയ്തു പോയതാ. അറിയാതെയല്ല, അറിഞ്ഞോണ്ടായിരുന്നെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ വെറും പൊട്ടനാ ഞാനിപ്പം. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അങ്ങ് പോയിട്ടോ, ഒരൊറ്റ പോക്ക് പോയി. ബാലന് സങ്കടമായി പോയി. അപ്പോഴത്തേക്കും ഗോമതി ബാലേട്ട എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ബാലൻ നിൽക്കാനൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ ഗോമതി പറഞ്ഞു, അതെ ആര്യ നീ പോയി ഭക്ഷണം കഴിക്കുക, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ ബാലേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയോളാന്ന് പറയുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് ബാലനല്ല ആര്യൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകാശവും അങ്ങ് പോയി. അങ്ങനെ എല്ലാവരും അങ്ങ് ഭക്ഷണം കഴിക്കാതെ പിരിഞ്ഞു പോവുകട്ടോ ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മുടെ മിത്രയും മീനുവും അതുപോലെ തന്നെ ഗോമതിയും മാത്രമായി. നമ്മുടെ ഗോമതിക്ക് ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും അപ്പം നമ്മുടെ ഗോമതി പറഞ്ഞു കേട്ടോ മിത്രയോട്, എന്തോ നീ ആ കൈ കയറി പിടിച്ചതൊക്കെ അതൊക്കെ ഒരു ധിക്കാരമാണെങ്കിലും എന്തോ ആര്യന് നിന്റെ മനസ്സിലൊരു സ്ഥാനം കിട്ടിയ പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞപ്പം മിത്ര പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലമ്മ അപ്പച്ചി. എന്താണെങ്കിലും എനിക്ക് സമാധാനമായി മോളെ, ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, അത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് ഭേദമായിക്കോളും. അപ്പോഴത്തേക്കും മീനു പറഞ്ഞു, ബാ മിത്രേ വന്നേ ഭക്ഷണം കഴിച്ചേ. എനിക്ക് പറ്റില്ല, എല്ലാവരും കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? ദേ നീ കഴിക്കാതെ ഇരിക്കരുത് ഭക്ഷണം, അത് നീ അപ്പച്ചി സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ട് വന്ന് കഴിച്ചേന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട അപ്പച്ചി, എനിക്ക് തീരെ വിശപ്പൊന്നുമില്ല, വൈകിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നില്ല, അതൊക്കെ ഞാൻ കഴിച്ചായിരുന്നു, അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ നമ്മുടെ മിത്ര. പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ഗോമതിയും മീനു മാത്രമാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. പിന്നെ നേരം രാത്രിയാകുന്നു. ആനന്ദനെയും അച്യുതനെ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ആനന്ദനും അച്യുതനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആനന്ദൻ പറഞ്ഞു, അച്യുത കല്യാണത്തിന്റെ
എല്ലാ ചെലവുകളും ഉടൻ തന്നെ സെറ്റിൽ ചെയ്യണം. ആ ചെയ്യാം, അതൊക്കെ ശരിയാക്കാം. അല്ല കാറ്ററിംഗുകാർക്ക് പകുതി അഡ്വാൻസ് ഒക്കെ കൊടുത്തതാണ്, ഇനി ബാക്കി കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഓഡിറ്റോറിയത്തിന്റെ കാര്യം, അതിന്റെ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ ബാക്കി എല്ലാ കാര്യവും നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ സ്വർണത്തിന് ഒരു 20 ലക്ഷം കൊടുക്കാനുണ്ട്, അതും ഏർപ്പാടാക്കണം, അതും ചെയ്യണം. സ്വർണത്തിന്റെ കാശ് അവനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്നതല്ലേ ഏട്ടാ നല്ലത്. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദേ സ്വർണത്തിന്റെ കാര്യത്തിൽ നീ തലയിടേണ്ട കാര്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ അലോഹല്ല സോറി ധർമ്മം കയറി വരുന്നത്. അപ്പൊ അവിടെ അലോഹും അച്യുതനും അതുപോലെ തന്നെ ആനന്ദനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ധർമ്മൻ പറഞ്ഞു, അല്ല എന്തു പറ്റി, എല്ലാവരും കണക്ക് പുസ്തകമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അലോഹു പറഞ്ഞു, അല്ല ഇവിടത്തെ ന്യൂസ് പിടിച്ച് അങ്ങോട്ട് ചെന്ന് പറയാൻ വേണ്ടിയാണോ വന്നത്? ഇവിടെ കിടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊച്ചച്ഛൻ കളിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ വന്നപ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം ധർമ്മൻ പറഞ്ഞു, ദേ ഞാൻ 2 വീട്ടുകാരുടെ പുറകെ കിടന്ന് എന്തോ കളിക്കുന്നുണ്ടെന്നാ കൊച്ചു മോൻ പറയുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അച്യുതനും പറഞ്ഞു, അത് എനിക്കും ഉണ്ട് ആ ഒരു സംശയം. ഓഹോ അത് കൊള്ളാലോ, എല്ലാവരും കൂടെ എന്നെ ചോദ്യം ചെയ്യുന്നു. ഇവിടെ വന്ന് ഏട്ടത്തിയമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും കഴിക്കാന്ന് വെച്ചപ്പോഴത്തേക്കും കൊള്ളാലോ, ഇപ്പൊ ഇങ്ങനെ പറയുന്നോ? ഏതായാലും ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, നേരത്തെ പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അതെ, ഞാൻ ആരുടെ ഇടയിൽ നിന്ന് കളിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്? മിത്രന്റെയും ആര്യന്റെയും കല്യാണത്തിന് ഞാനാണ് കാരണം എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അപ്പോഴത്തേക്ക് അവരൊക്കെ പറഞ്ഞു, ദേ നീ ആ കാര്യമൊക്കെ അങ്ങ് വിട്, ആ കാര്യമൊന്നും ഇനി ഇവിടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കാര്യം വ്യക്തമാക്കി തരണം, നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ അച്യുതൻ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് നീയും കൂടി ചേർന്ന ഇതൊക്കെ നടത്തിയത്. ആഭരണങ്ങളെല്ലാം കൂടെ എടുത്ത് നീ തന്നെയായിരിക്കും അവളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞു. ഒരു ഒറ്റ അടി കൊടുത്തപ്പോഴത്തേക്കും അലോഹ് പറഞ്ഞു, അച്ഛ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പാവം ധർമ്മൻ ആ അടി കൊണ്ടോണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ധർമ്മൻ മനസ്സാ വാച കർമ്മണ അറിയത്തില്ലാത്ത കാര്യമാണ്. അങ്ങനെ അവര് പറഞ്ഞു, എന്താ ഈ കാണിച്ചത് എന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു, എന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ചു. ദേ കഷ്ടമായി പോയി മോനെ, ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു നിനക്ക്. അതിന്റെ കാര്യം ഉണ്ടായിരുന്നു, എന്തിനാടാ നീ ഈ പാവത്തിനെ തല്ലിയത്? നിന്റെ കൂടപ്പുറപ്പല്ലേടാ ഇവന് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്യുതന്റെ പിടി അങ്ങോട്ട് വിട്ടുപോയി. അപ്പോഴത്തേക്കും ധർമ്മം പറഞ്ഞു, സാരമില്ല, ഏട്ടനല്ലേ, തല്ലിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്തേലും കാര്യം ഉണ്ടായിട്ട് തല്ലിയിട്ടുണ്ടെ തല്ലുന്നതിനൊരു അർത്ഥമുണ്ട് ഏട്ടാ, നന്നാവാൻ വേണ്ടിയാണെന്നൊക്കെ കരുതാം. ഇതിപ്പം ഒരു കാര്യം ഇല്ലാതെ ആയിപ്പോയി, ഇതിപ്പോ തല്ലാൻ വേണ്ടിയിട്ട് തല്ലി പോലെ ആയിപ്പോയില്ലോ. സാരമില്ല, നിങ്ങളുടെയൊക്കെ ദേഷ്യം എന്നോട് തീർക്കുവാണെങ്കിൽ തീർക്ക, പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദം പറഞ്ഞു, എടാ ധർമ്മ, നിനക്ക് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ, നീ ചെന്ന് ഭക്ഷണം കഴിക്കുക, അവൻ പിടിവിട്ട് നിൽക്കുക, അപ്പൊ അതുകൊണ്ടാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ആനന്ദൻ അങ്ങ് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ ധർമ്മനെ. അങ്ങനെ ധർമ്മൻ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മീനും അതുപോലെ ഗോപതി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ധർമ്മൻ കരഞ്ഞോണ്ടാ ചെല്ലുന്നത്. അപ്പം ധർമ്മ എന്താ നിനക്ക് പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹേയ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ മാമ എന്താ പറ്റിയെന്ന് മീനും ചോദിച്ചു. പറഞ്ഞു ഹേയ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് എല്ലാ കാര്യവും തുറന്ന് പറയാണ് കേട്ടോ. ധർമ്മം പറഞ്ഞു, എന്നെ അച്യുതേട്ടൻ തല്ലിയത് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ കഷ്ടമായി പോയല്ലോടാന്ന് ഗോമതി പറഞ്ഞിട്ട്, ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ഗോമതി ചേച്ചി കാരണമാണെന്ന് ആരാ പറഞ്ഞത്? ഇത് ഗോമതി ചേച്ചി കാരണമൊന്നും അല്ലല്ലോ. അല്ല എന്താ ഗോമതി ചേച്ചി ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മീനു പറഞ്ഞു, അത് വേറൊന്നും അല്ല അമ്മ ഉദ്ദേശിച്ചത്. അത് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ, അത് ഒരു തരത്തില് അമ്മേനെയും കൂടെ ബാധിക്കുന്നതാണല്ലോ, അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു ഉരുണ്ട് കളിച്ചിട്ട് നമ്മുടെ മീനു ഗോമതിനെ വിളിച്ചോണ്ട് അങ്ങ് പോയി. അപ്പൊ അച്യുതനല്ല സോറി ധർമ്മൻ ഒരു സംശയം, ഇതെന്തോ പറ്റി ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന നമ്മുടെ ആര്യനെയും ഇത്രേനെയാണ് കേട്ടോ. അങ്ങനെ ആര്യം പറയാ, ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കവും കാണും, അതിൽ കയറി തലയിടാൻ നീ വന്നേക്കരുത്. ഓഹോ, അപ്പൊ ഞാൻ ഈ വീട്ടിൽ ആരുമല്ലേ? അതെന്തായാലും ശരി, പറയേണ്ടത് ഞാൻ പറഞ്ഞു. അച്ഛൻ തല്ലിയപ്പം നീ തടയാനൊന്നും വരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ തല്ല് കിട്ടണമായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാര്യത്തിൽ വേറെ ആരും തലയിടാൻ വരണ്ട, അതെനിക്കിഷ്ടവുമല്ല. തല്ലാൻ വന്നാലും കൊല്ലാൻ വന്നാലും കണ്ടോണ്ടങ്ങ് നിന്നാ മതി, അല്ലാതെ കൂടുതൽ ഫ്രണ്ടിൽ കയറി നിൽക്കണ്ട. ആണോ? ശരി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇന്നലെ ഞാൻ തറയിലാണ് കിടന്നത്, ഇന്ന് എനിക്ക് കട്ടിലേ കിടന്നേ പറ്റൂ. അതെ, എനിക്ക് കട്ടിലേ കിടന്നേ ശീലമുള്ളൂ, അതുകൊണ്ട് ഞാൻ കട്ടിലേ കിടക്കും. നിങ്ങളോട് പറഞ്ഞ് താഴെ ഇറങ്ങി കിടക്കാനേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര കയറി കട്ടിലേ കിടന്നു. അപ്പോഴത്തേക്ക് ആരും പറഞ്ഞു, ഞാൻ മര്യാദയ്ക്ക് പറയാ, കട്ടിലേന്ന് മാറിക്കിടക്ക്. ഞാൻ കട്ടിലേന്ന് മാറിക്കിടക്കില്ല, ഞാൻ തൂക്കിയെടുത്ത് താഴെ എറിയും. ഇട്ടോ, വീണ് ചത്തോട്ടെ, അതോടുകൂടി എല്ലാം കഴിയൂല്ലോ. എങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രനെ വലിച്ചൊരു ഒറ്റ ഏറെറിഞ്ഞു കേട്ടോ തറയിലേക്ക്. അപ്പൊ മിത്ര, എടാ നീ എന്നെ വലിച്ചെറിയോടാന്ന് പറഞ്ഞുകൊണ്ട് കയറി നമ്മുടെ ആര്യനിട്ട് തലകണ വെച്ച് 2-3 അടിയൊക്കെ കൊടുക്കാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഭയങ്കര ബഹളമായിട്ടോ. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ബാലൻ
ഗോമതി കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഗോമതി ഇപ്പൊ കൊണ്ടുവരാൻ ബാലേട്ടാന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. ഇവിടെയാണെ ഫൈറ്റ് നടക്കുക. ഫൈറ്റിൽ നമ്മുടെ മിത്രയല്ല സോറി ആര്യനാട്ടോ ജയിച്ചത്. ലാസ്റ്റ് മിത്രേനെ പുറത്തല്ല നിലത്ത് കിടത്തിയിട്ട് ആര്യൻ തന്നെ കയറി കട്ടിലേ കാണുന്നു. ഓഹോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.